ഉഫ്. ആ, ശ്രേയ അഭിനയിച്ച ആ പരസ്യല്ലേ, അത് ഞാൻ ദിവസം 10 പ്രാവശ്യമെങ്കിലും കാണും. ആഹാ, ആ അത്രയ്ക്ക് ഇഷ്ടാ? അല്ല അതല്ല, അതിടയ്ക്കിടയ്ക്ക് ടി വി കാണിക്കാറുണ്ടല്ലോ. എടോ, അരമണിക്കൂറായി. തന്റെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇപ്പോഴെങ്ങാനും എത്തുവോ? ആ എത്തുമായിരിക്കും. അപ്പൊ ഉറപ്പില്ലേ? അല്ല, എത്തും. പിന്നെ ശ്രേയ, നീ പോടി ഏ? എന്ന പടത്തിൽ അഭിനയിച്ചിരുന്നില്ലേ? വളരെ നന്നായിരുന്നു, സൂപ്പർ ആക്ടിങ്. താങ്ക്സ്. പിന്നെ അതിന്റെ 2ാം ഭാഗം ഇറങ്ങുന്നില്ലേ? ഉം. അതില് വല്ല ചാൻസ് ഉണ്ടെങ്കിൽ പറയണേ. നീ പോടാ. എന്തു പറ്റി? അല്ല, ഞാൻ ആ പടത്തിന്റെ 2ാം ഭാഗത്തിന്റെ പേര് പറഞ്ഞതാണേ. ഓ, ഞാൻ കരുതി. അയാളെ ഒന്ന് വിളിക്കോ? കൊറേ നേരമായി. ഞാൻ വിളിക്കാം. ഓ, ആ തെണ്ടി രാവിലെ തന്നെ ഗേൾഫ്രണ്ട്സിനെ വിളിച്ച് പഞ്ചാരടിക്കാൻ തുടങ്ങി. ആ ഹലോ, എന്താ ഇതുവരെ വരാത്തത്? ഓക്കെ 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 ഓക്കെ. എന്തായി? അയാൾ എത്തിയോ? ഇല്ല, അവൻ വേറെ ഏതോ ലിഫ്റ്റ് ശരിയായിക്കൊണ്ടിരിക്കുക. ഓ ഗോഡ്. ഓ, കൊഴപ്പില്ല. എന്ത് കൊഴപ്പില്ലെന്ന്? അതല്ല, അവനൊരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെലപ്പോ വർക്കൗട്ട് ആവും. ട്രിക്കോ? എന്ത് ട്രിക്ക്? ആ സ്വിച്ച് കണ്ടില്ലേ, അത് പലതവണ അമർത്തി നോക്കാം. ഒരു പ്രത്യേക രീതിയിൽ അമർത്തണം. ദാ ഇത് കണ്ടോ, ഞാൻ കാണിച്ചുതരാം. എന്തായി? താങ്ക്സ്. എന്താ ചെയ്യാ, എന്റെ ഒരു കാര്യം. താങ്ക് യു സോ മച്ച്. ഓ, വെൽക്കം വെൽക്കം. ഓക്കെ ബൈ. ബൈ. എന്റെ പൊന്നെ. ആനന്ദേ, എന്തടാ ഡാ, നീ എന്താടാ ഇവിടെ? നീ എന്താടാ ഇവിടെ? ഡാ, വളഞ്ഞവള്. പിന്നെ അവള് താങ്ക്സ് പറഞ്ഞു പോയടാ. എന്നിട്ടെന്താ അവനാ ആ വഴിക്ക് പോയി. വേറൊന്നും പറഞ്ഞില്ല? വേറെന്ത് പറയാനാടാ? മരമണ്ടൻ. എടാ, ഒരു പെണ്ണിന് 1 മണിക്കൂർ ലിഫ്റ്റ് കിട്ടിയിട്ട് താങ്ക്സ് മാത്രം വാങ്ങിയിട്ട് വന്നിരിക്കുന്നു. ഞാനായിരുന്നെങ്കിലേ ഇപ്പൊ കെട്ട് കഴിഞ്ഞേനെ. എടാ, അത് നീ ഒന്നും പറയണ്ട, നീ ഇനിയും കുറെ വളരേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അവള് മുകളിലേക്ക് പോയിട്ടുണ്ടാവില്ലേ? ഞാനും കൂടി ഒന്ന് പോയി നോക്കാം. അപ്പൊ ഞാനും വരണ്ടേ? എനിക്കൊരു നോക്കൂത്തിയുടെ ആവശ്യമില്ല. അത് മണ്ടത്തരം മാത്രം പറയും നിന്നെ പോലെ സാധനം. ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ അവളെ വളച്ചോണ്ട് വരുന്നത് നീ കണ്ടോ? ഞാൻ വിളിക്കാട്ടാ. അല്ലെങ്കിൽ സ്റ്റെയർ കയറിപ്പോ. ശരി. ശ്രേയ, ടോണി. തീറ്റ കണ്ടാ തോന്നും ഒരാഴ്ച ഭക്ഷണം കഴിച്ചിട്ടില്ലാന്ന്. അതിനീ കുറെ വില കൂടിയ ഐറ്റം കൊടുത്തതിന്റെ ദേഷ്യം തീർക്കാൻ തോന്നുന്നു. ഇവൻ എല്ലാ കാര്യത്തിനും ഇതേപോലെ ആർത്തിയാണെന്ന് തോന്നുന്നു. ശാവം. Vineet, you're here. How come you're here? ഇതേതാടി മലയാളം അറിയാത്ത അടുത്ത കുരിശ്? ഇതവന്റെ വല്ല കൂട്ടുകാരനായിരിക്കും. പോയി നോക്കട്ടെ. നീ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞു. അത് ഇന്ന് ട്യൂസ്ഡേ അല്ലേ? ഓഹോ, നല്ല ദിവസമല്ല, മീറ്റ് ചെയ്യാൻ തീരെ നല്ല ദിവസമല്ല. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെ പറഞ്ഞതാ. ഓക്കെ ഓക്കെ. സാറ, ഇതെന്റെ ഫ്രണ്ടാണ് ജോഫിൻ. പഠിച്ചതും വളർന്നതൊക്കെ അങ്ങ് ബോംബെയിലാണ്. അതുകൊണ്ട് മലയാളം അത്ര വശമില്ല. ജോഫിൻ, ഇത് സാറ. Oh, Sarah, you're so hot. എക്സ്ക്യൂസ് മീ, ഫോൺ. എന്താ വേണ്ടത്? ക്യാപ്പച്ചീനോ ഇല്ലേ? ഈ ക്യാപ്പച്ചീനോ മലയാളത്തിൽ എന്താ പറയാ? ക്യാപ്പച്ചിനോ മലയാളത്തിലല്ലേ? കള്ളെന്ന് പറയും. കള്ള്? അത് സ്റ്റോൺ അല്ലേ? അയ്യോ, അതല്ല, കള്ള്. KALLU. ഓഹോ, താങ്ക് യു. എനിക്ക് മലയാളം കുറച്ച് അറിയാം. എനിക്ക് ചില I don't even know some of the very common words in Malayalam. Like I don't know how to say friend. How do I say friend in Malayalam? ഇവൻ എന്റെ വായിന്ന് മൊത്തം കേട്ടിട്ടേ പോവുള്ളൂ. പോങ്ങൻ. മലയാളത്തില് ഫ്രണ്ട്സിനെ വട്ടൻപാർ എന്ന് പറയും.
വട്ടന്മാർ. Oh, Malayalam, such a strange language. യെസ് കറക്റ്റ് വെരി കറക്റ്റ്. വിനീത്, നമുക്കൊരു കപ്പ് കള്ളാവാം. കള്ളോ? ആ കേട്ടോ സാറാ, ഞാൻ എല്ലാ രാവിലെ എണീക്കുമ്പോ എനിക്കൊരു കപ്പ് കള്ള് വേണം. അതൊരു മസ്റ്റാണ്. അപ്പ ഇവിടെ 2 കപ്പ് കള്ള്. കള്ളോ? എനിക്ക് വേണ്ട. എന്താടാ ഇങ്ങനെ? ജസ്റ്റ് ഒരു കപ്പ് കുടിക്കാടാ. ആഫ്റ്റർ ഓൾ നമ്മൾ പണ്ട് തൊട്ടുള്ള വട്ടന്മാരല്ലേ. വട്ടന്മാരോ?